ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വഴികളെ അറിഞ്ഞ് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് ആത്മാവിൽ വിശപ്പും ദാഹവും ഉള്ളവരായി നാം ഓരോരുത്തരും ഈ അന്ത്യകാലത്ത് ജീവിക്കണം എന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തന്നെ പല മുന്നറിയിപ്പുകൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തീരുന്നു. ആരാണ് ദൈവത്തിൻ്റെ ശത്രു? ലോകത്തെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ലോകത്തിൻ്റെ സിസ്റ്റം, ലോകത്തിൻ്റെ മോഹം, ലോകത്തിലുള്ള വസ്തുവകകൾ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ആ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പാടിയത്, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എനിക്ക് യേശുവിൻ്റെ പാതയിൽ പോയാൽ മതി എന്ന. വ്യഭിചാരിണികളായുള്ളവരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ഈ വേദഭാഗത്ത് ലോകസ്നേഹത്തിൻ്റെ വലിയ അപകടത്തെക്കുറിച്ചും ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് വന്നു ഭവിക്കുവാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ എന്നുള്ള സംബോധന ആലങ്കാരികമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ലോകത്തെ സ്വീകരിക്കുന്ന സഭയുടെ ദുരവസ്ഥ എത്ര ഭയങ്കരമാണ്. പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ, കൊല ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവം വ്യഭിചാരം ചെയ്യരുത് എന്നും കൂടെ കൽപ്പിച്ചിരുന്നു. ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സ്വീകരിച്ച് അവയ്ക്ക് യാഗപീഠം പണിത് അവയ്ക്ക് ധൂപം അർപ്പിച്ച ഇസ്രായേലിനെ പഴയ നിയമ പ്രവാചകന്മാർ വ്യഭിചാരിണികളെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 5-ാമത്തെ വാക്യവും യിരെമ്യാവിൻ്റെ പുസ്തകം 3:20 ഒക്കെ നമുക്ക് ഇതിനെ തെളിവായിട്ട് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഉഭയസമ്മത ബന്ധത്തെ വിവാഹബന്ധത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു എന്ന് നാം മനസ്സിലാക്കണം. വിലക്കപ്പെട്ട വസ്തുക്കൾ മോഹിച്ച, അത് മോഷ്ടിച്ച ആഖാനും, നിരാകരിക്കപ്പെട്ട വസ്തുക്കൾ സ്വീകരിച്ച ഗേഹസിയും, 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദയും, വസ്തുവകളുടെ കാര്യത്തിൽ സത്യസന്ധത കാണിക്കാതിരുന്ന അനന്യാസും സഫീറയും ഒക്കെ ലോകത്തെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിലാണ്. പൗലോസ് പറയുന്നുണ്ട്, ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയ ദേമാസ്. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുമ്പോൾ അവന് നഷ്ടപ്പെടുന്നത് ദൈവത്തെയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ ശത്രുവായിട്ടാണ് അവൻ മാറുന്നത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം ഇല്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരേ സമയം ദൈവത്തെയും ലോകത്തെയും സേവിച്ച് മുന്നോട്ട് പോകുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്നത്തെ ക്രൈസ്തവ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ്. ദൈവിക സന്തോഷത്തെക്കാൾ അധികമായി ലോകസന്തോഷങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് ജീവിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ലോക ഇമ്പങ്ങൾക്കും ലോകമോഹങ്ങൾക്കും ലോകസുഖങ്ങൾക്കും വേണ്ടി പലരും പണയം വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവെഴുത്തൊരിക്കലും വെറുതെ സംസാരിക്കാറില്ല. ലോകത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും രണ്ടും 2 ദിശകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തോട് സൗഹൃദം
പുലർത്തുവാൻ, സ്നേഹം പുലർത്തുവാൻ മനസ്സ് വച്ചിരിക്കുന്ന എല്ലാവരും ദൈവത്തോട് ശത്രുതയിലാണ് എന്ന് മനസ്സിലാക്കണം. തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ ഈ ലോക വ്യവസ്ഥിതിയോടുള്ള നമ്മുടെ അടുപ്പം വലിയ അപകടത്തിലേക്കാണ് നമ്മെക്കൊണ്ട് എത്തിക്കുന്നത് എന്ന് യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഈ വേദഭാഗത്തെ നമ്മളാരും നിസ്സാരമായിട്ട് കാണരുതേ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നാം ദൈവത്തെയാണോ ലോകത്തെയാണോ സ്നേഹിക്കുന്നത് എന്ന് പരിശോധിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തിന് പകരം നാം ആർക്കാണ് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുത്തിരിക്കുന്നത്? ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. നാം വ്യഭിചാരിണികൾ ആയിത്തീരാതെ, ആത്മീക വ്യഭിചാരം ചെയ്യുന്നവരാകാതെ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരായി തീരുവാൻ സമർപ്പിക്കാം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഒരു കെടാവിളക്കായി തെളിഞ്ഞു നിൽക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ലോകസ്നേഹത്തിൽ നിന്ന്, അതിൻ്റെ പിടിയിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് ദൈവം പലരെയും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിനെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക. എൻ്റെ